ഈ ഒരു ചൂടത്ത് വീട്ടിലാരെങ്കിലും വരുമ്പം ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വെള്ളം കലക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഈ പൊടി വെച്ച് കലക്കി കൊടുക്കുന്ന സമയത്ത് ഇത് എന്ത് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അവർക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് തൊലിയാണോ അല്ലെങ്കിൽ ഓറഞ്ചാണോ എന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ. കാരണം ഇത് ഓറഞ്ച് നമ്മൾ ജ്യൂസ് അടിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ 3 ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക, നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി മുങ്ങി കിടക്കാൻ പാകത്തിന് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച ശേഷം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ. കറക്റ്റ് നമ്മൾ 3 മിനിറ്റ് തന്നെ വെക്കുക, അതിൽ കൂടുതൽ വെക്കേണ്ട. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കുറേ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയ ശേഷം നമുക്കിതൊന്ന് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഈ തൊലി മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വെയിലത്ത് വെച്ച് ഉണക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കിത് എടുക്കാം. ഈ ഒരു സമയം തന്നെ നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇത്. അപ്പം നമ്മളിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് എല്ലാം. നമുക്കിത് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കാം. വെറും 3 ദിവസം വെച്ചാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അധികം ഒന്നും സമയം എടുക്കില്ല. പിന്നെ ഇപ്പോഴത്തെ വെയിലിന് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഒരു വലയുടെ അടിയിലാക്കിയാൽ വെച്ച് കൊടുക്കുന്നത്, എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഒന്നും ആവണ്ട വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മളിതാ നല്ലപോലെ ഉണക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ വെയിലിൽ നമ്മുടെ പാലക്കാട് 45 ഡിഗ്രി ചൂടാണ്. അപ്പോൾ അത് വേഗം തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഉണങ്ങാൻ വെച്ചിട്ട് ഇതാ വൈകിട്ടത് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നാളെയും മറ്റന്നാളും കൂടെ വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ല പക്കായിട്ട് റെഡി ആയി കിട്ടും. ഇപ്പം തന്നെ ഇതാ നല്ല ഒരു ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് എടുക്കുന്ന സമയത്ത് കൈ വെച്ച് പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി കിട്ടണം. അപ്പം ആട്ടോ ഇതിൻ്റെ പെർഫെക്റ്റ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ 3 ദിവസം വെയിലത്ത് വെച്ചെടുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എടുത്തിടുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ടോ അല്ലാതെയോ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിൽ പൊടിയാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പൊടിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉരലില്ലേ അതിലിട്ടിട്ട് ഒന്ന് ഇടിച്ച ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഫൈനായിട്ട് പൊട്ടിയെടുത്താൽ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇത്ര ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഇത് നല്ലപോലെ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ പൊടിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നല്ല ഫൈനായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മളിത് നമ്മുടെ പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്ത്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്കിനി ഒന്ന് വെള്ളം കലക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരു സ്പൂൺ ഈ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ തൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 സ്പൂൺ അളവിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഇത് പൊടിക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് വെള്ളം കലക്കുമ്പോൾ കുറച്ച് തരി ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു അരിപ്പ വെച്ചിട്ട് അരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത സമയത്ത് നല്ല പെർഫെക്റ്റ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ വീട്ടിലുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ യാതൊരു വിധ കളറും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് നല്ല നേച്ചുറലായിട്ട് തന്നെ വെള്ളം കലക്കി കിട്ടും. അടിപൊളി ടേസ്റ്റ് ആണ്. ഓറഞ്ചിൻ്റെ തൊലിയാണെന്ന് നിങ്ങൾ പറയാതെ അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ. ഇനി ഓറഞ്ചിൻ്റെ തൊലി കിട്ടുന്ന സമയത്ത് വെറുതെ കളയണ്ട, ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റാ.